ലോകോത്തര സിനിമയുടെ മികച്ച ശേഖരവും ഇന്ത്യൻ സിനിമയുടെ വൈവിധ്യത്തിൻ്റെയും വേദിയായി 56ാമത് രാജ്യാന്തര ഗോവൻ ചലച്ചിത്രമേള ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയുടെ 5ാം ദിവസമായി ഇന്നത്തെ വിശേഷങ്ങളുമായി ഗോവയിൽ നിന്ന് നമ്മുടെ പ്രത്യേക പ്രതിനിധി പറക്കോട് ഉണ്ണികൃഷ്ണൻ തത്സമയം ടെലിഫോണിൽ ചേരുന്നു. ഗുഡ് മോർണിംഗ് ഉണ്ണികൃഷ്ണൻ, എന്താണ് ഇന്ന് പുതിയ സിനിമകൾ പ്രദർശിപ്പിക്കുന്നുണ്ടോ, എങ്ങനെ പ്രേക്ഷകരെത്തുന്നുണ്ടോ, എന്താണ് പനാജിയിലെ ഈ ചലച്ചിത്രമേള വലിയ വിജയമാണോ? ഗുഡ് മോർണിംഗ് ശ്രീകണ്ഠൻ നായർ. ചലച്ചിത്രകാരന്മാരുടെയും ആസ്വാദകരുടെയും മഹത്തായ ഈ സംഗമവേദി ഇന്നും ഒട്ടേറെ മികച്ച സിനിമകളാലും ആവേശകരമായ പരിപാടികളാലും ശ്രദ്ധേയമാവുകയാണ്. ഇന്നത്തെ പ്രദർശനങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്ന ചിത്രം അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്ന ഇഗോർ ബെസിനോവിച്ചിന്റെ ക്രൊയേഷ്യൻ, ഇറ്റാലിയൻ, സ്ലൊവേനിയൻ സംയുക്ത സംരംഭമായ ഫ്യൂമെ ഓ മോർട്ടെ ആണ്. ചരിത്രപരമായ ഒരു ഡോക്യുമെന്ററിയെ പരീക്ഷണാത്മകവും ഹാസ്യാത്മകവുമായ രീതിയിൽ പുനരാവിഷ്കരിക്കുന്ന ഈ ചിത്രം റോട്ടർഡാം ചലച്ചിത്രമേളയിലെ ടൈഗർ പുരസ്കാരം ഉൾപ്പെടെ നിരവധി ബഹുമതികൾ നേടിയതാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഫ്യൂമെ നഗറിലെ വിചിത്രമായ രാഷ്ട്രീയ അധിനിവേശത്തിന്റെ കഥയാണിത്. അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിലെ മറ്റ് ശ്രദ്ധേയമായ ചിത്രങ്ങളിൽ സ്ലൊവേനിയ, ഇറ്റലി, ക്രൊയേഷ്യ, സെർബിയ എന്നീ രാജ്യങ്ങളുടെ പങ്കാളിത്തമുള്ള ലിറ്റിൽ ട്രബിൾ ഗേൾസ്, അതുകൂടാതെ ചലച്ചിത്ര പ്രേമികളുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരുന്ന ദ വിഷ്വൽ ഫെമിനിസ്റ്റ് മാനിഫെസ്റ്റോ പോലെയുള്ള ലോകോത്തര ചിത്രങ്ങളും ഇന്ന് സ്ക്രീനിലെത്തുന്നുണ്ട്. ഈ വർഷത്തെ കൺട്രി ഫോക്കസ് വിഭാഗത്തില് ലോക സിനിമയ്ക്ക് മഹത്തായ സംഭാവനകൾ നൽകിയ ജാപ്പനീസ് ആണ് ശ്രദ്ധാകേന്ദ്രം. ജപ്പാനിൽ നിന്നുള്ള സിനിമകളുടെ സമഗ്രമായ ഒരു അവതരണത്തിൽ 2 സീസൺസ് 2 സ്ട്രേഞ്ചേഴ്സ് എന്ന ചിത്രത്തിന് ഇന്ന് പ്രത്യേക പ്രദർശനമുണ്ട്. ജാപ്പനീസ് സിനിമയുടെ വൈവിധ്യവും സൗന്ദര്യവും ഈ വിഭാഗം പ്രേക്ഷകർക്ക് മുൻപിൽ എത്തിക്കും. നേരത്തെ ടൈഗർ, സീസൈഡ് സെന്റിപ്പെറ്റി തുടങ്ങിയ ചിത്രങ്ങളും ഈ വിഭാഗത്തിൽ കയ്യടി നേടിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ സിനിമയുടെ പുതിയ ഭാവങ്ങൾ അവതരിപ്പിക്കുന്ന ഇന്ത്യൻ പനോരമ വിഭാഗത്തിലും ഇന്ന് ശ്രദ്ധേയമായ പ്രദർശനങ്ങളാണുള്ളത്. പാരിസ്ഥിതിക ഫെമിനിസത്തിന്റെ മനോഹരമായ കാഴ്ചകളുമായി എത്തുന്ന പിപ്ലാൻ 3 എ ടെയിൽ ഓഫ് എക്കോ ഫെമിനിസം ഇന്ന് പ്രദർശിപ്പിക്കും. കൂടാതെ സങ്കീർണമായ പ്രമേയങ്ങളുമായി എത്തുന്ന ബാറ്റിൽ ഫീൽഡ്, അതോടൊപ്പം തമിഴിൽ നിന്നുള്ള പിറന്തനാൾ വാഴ്ത്തുക്കൾ തുടങ്ങിയ ചിത്രങ്ങൾക്കും ഇന്ന് നിറഞ്ഞ സദസ്സിലാണ് പ്രദർശനം പ്രതീക്ഷിക്കുന്നത്. സിനിമാ പ്രദർശനങ്ങൾക്ക് പുറമെ ചലച്ചിത്ര മേളയുടെ ഭാഗമായുള്ള വിവിധ സെമിനാറുകൾ, മാസ്റ്റർ ക്ലാസുകൾ, സംവാദങ്ങൾ അതൊക്കെ സജീവമായി നടക്കുകയാണ്. സിനിമാ മേഖലയിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ഈ മേളയിൽ, ഈ സംവാദങ്ങളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ, യുവ ചലച്ചിത്രകാരന്മാർക്ക് വേണ്ടി പ്രയോജനപ്രദമാകുന്ന ചലച്ചിത്ര നിർമ്മാണ ശില്പശാലകൾ ഇന്നും മേളയുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ ഇൻഡോ പോർച്ചുഗീസ് പൈതൃക സൗധങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി കേന്ദ്രങ്ങൾ ഒരുക്കിയിട്ടുള്ള ഓപ്പൺ എയർ പ്രദർശനങ്ങൾ ചലച്ചിത്ര പ്രേമികൾക്ക് ഒരു പുത്തൻ അനുഭവമാണ് നൽകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.